എല്ലാവർക്കും നമസ്കാരം. സോൾ ടച്ചിലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത് അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ച് പറഞ്ഞു. മരുന്നില്ലാണ്ട് എങ്ങനെയാണ് അക്യുപഞ്ചർ ചികിത്സയിൽ രോഗം മാറുന്നതെന്ന് ചോദിച്ചാൽ 4 കാര്യങ്ങളാണ് അക്യുപഞ്ചർ ചികിത്സയിൽ പാലിക്കാൻ വേണ്ടി പറയുക. ഒന്നാമത് വിശപ്പ്, ദാഹം, വിശ്രമം, ഉറക്കം. ആ 4 കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഒന്നാമത്തത് വിശപ്പ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തവരോട് പറയും വിശപ്പ് നോക്കി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിശപ്പ് ചിലയാൾക്ക് നന്നേ കുറവായിരിക്കും. പക്ഷെ നമ്മൾ ടൈം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ 4 നേരം 5 നേരം കഴിക്കുന്ന വ്യക്തികളായിരിക്കും. വിശപ്പ് നോക്കി കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ശരീരത്തിന് വേണ്ടി വരുള്ളൂ. ബാക്കി സമയം എന്ത് ചെയ്യും? ശരീരം ഹീലിംഗ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദാഹം നോക്കിയിട്ട് ശുദ്ധമായ കിണറിൽ പച്ചവെള്ളമാണ് കുടിക്കേണ്ടത്. ചൂടുവെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം, ഇതൊന്നും കഞ്ഞിവെള്ളം, ചായ, കാപ്പി ഇവയൊന്നും കഴിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഫുഡ് ഐറ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതും വെള്ളം ഒരു കോളി കവിളിൽ വെച്ച് കുറച്ച് മെല്ലനെ കുടിക്കുകയാണ് വേണ്ടത്. അങ്ങനെ കുടിക്കുമ്പോൾ 2 3 കവിൾ കുടിക്കുമ്പോൾ തന്നെ ആ ദാഹം ശമിക്കുന്നത് കാണാം. മൂന്നാമത്തെ കാര്യമാണ് വിശ്രമം. അത് നിന്നിട്ട് കുറേ ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ വിശ്രമം എന്ന് പറഞ്ഞാൽ ഇരിക്കലാണ്. ഇരുന്നിട്ട് ഒരുപാട് നേരം ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കുറച്ച് സമയം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് എണീച്ച് നടക്കുക. അല്ല നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇരിക്കുക. അങ്ങനെയാണ് വിശ്രമം. അല്ലാണ്ട് ബെഡ് റെസ്റ്റ് അല്ല, കിടക്കൽ മാത്രമല്ല വിശ്രമമായിട്ട് പറയുന്നത്. ശരീരം ഒന്ന് മൂവ് ചെയ്യുന്നത്, നമ്മളിപ്പോഴുള്ള പൊസിഷൻ ഒന്ന് മൂവ് ചെയ്യുകയാണ് വേണ്ടത്. 4ാമത്തെ കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഇന്നെല്ലാവർക്കും ഇല്ലാത്തത് ഉറക്കമാണ്. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണി, രാത്രി 9 മണിക്ക് തന്നെ ഉറങ്ങാൻ ശ്രമിക്കണം. 9 മണി 10 മണിക്കുള്ളിൽ ഉറങ്ങി 11 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം ഗാഠനിദ്രയിലേക്ക് പോകണം. ആ 11 മണിക്കാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഹീലിംഗ് പ്രോസസ്സ് ഉണ്ടാവുന്നത്. അപ്പോഴേക്കും നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കണം. എന്നിട്ട് പുലർച്ചെ 3 മണി ആ ടൈമിന് എണീക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നവർക്ക് രോഗങ്ങൾ വളരെ കുറവായിരിക്കും. പ്രതിരോധ ശക്തി കൂടും. ഒരുപാട് ബെനിഫിറ്റ് ഇതിലൂടെ ഈ 4 കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ വേണ്ടി പറ്റും. ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ശരീരത്തിന് വരും. അതുപോലെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ മാത്രം വെന്ത എല്ലാ ആഹാരവും കഴിക്കാൻ. നിങ്ങൾക്ക് വെജാണോ നോൺ വെജാണോ വൈകുന്നേരം സന്ധ്യാസമയം വരെ നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ ആ ടൈമിന് വെന്ത ആഹാരം കഴിക്കാം, വേവിച്ച ആഹാരം കഴിക്കാം. എന്നാൽ സന്ധ്യയ്ക്ക് ശേഷം നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ ഓൺലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പച്ചയായിട്ടുള്ള റോ ആയിട്ടുള്ള ഫുഡ് മാത്രമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മണിക്ക് ഉറങ്ങുമ്പോഴത്തേക്ക് ഇത് ഡൈജഷൻ നടക്കില്ല, വേവിച്ച ആഹാരം കഴിക്കുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പറഞ്ഞ് ഈ 4 കാര്യം ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുന്ന കാണാം. നിങ്ങളെ പല ബുദ്ധിമുട്ടുകളും മാറുന്നത് കാണാം. പല മാനസിക പ്രശ്നങ്ങൾ പോലും നിങ്ങൾക്ക് കുറഞ്ഞു വരുന്ന കാണാം. സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ, ലൈഫ് മാറുന്നത് കാണാം. ഓക്കെ, താങ്ക് യു.